വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ ഈ കാട്ടില് എത്ര മൃഗങ്ങളുണ്ട്? നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഓർമ്മ ഏതാ? സിംഹം. ഇപ്പൊ സിംഹത്തിന്റെ പ്രത്യേകത എന്താ? ലയൺ, ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ജിറാഫ്, ജിറാഫിന്റെ പ്രത്യേകത എന്താ? എല്ലാത്തിനും കൈയെടുത്തു, എല്ലാത്തിനും കൊത്തും, ഇങ്ങനെ കൊത്തും ജിറാഫ്. കുരങ്ങന്റെ പണി എന്തുവാ? ഓരോ കാര്യത്തിനും ചൊറിയും. ഹൈന്ദ്രല്ല ചിരിക്ക നീ. പീക്കോക്കിന്റെ പ്രത്യേകത എന്തുവാ? വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ വരുമ്പോഴത്തേക്ക്, ഫോട്ടോ കാണിക്കാൻ വരുന്ന സമയത്തേക്ക് നല്ല സെൽഫി എടുക്കാൻ വരും. ഈ പുലിമുരുകന്റെ ഒരു പടം ഉണ്ടല്ലോ, ഇന്നത്തെ ഈ മോഹൻലാൽ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ. പാമ്പിന്റെ പ്രത്യേകത എന്തോ? പേടിക്കേണ്ട പാമ്പിനെ പതിഞ്ഞിരുന്ന്, അതിനോട് ഒരു റിയാക്ഷൻ ഇല്ല എനിക്ക്. പതിഞ്ഞിരുന്ന് കൊത്തും. ഓന്തിന്റെയോ? അച്ഛൻ പറയുന്നതും ശരി, ജനം പറയുന്നതും ശരി. ഈ അക്വേറിയത്തിനകത്ത് സക്കറിന്റെ പണി എന്തുവാ? ഇപ്പൊ പള്ളിയിൽ ഇതെല്ലാം ഉണ്ട്. പള്ളിയിൽ ഈ പറയുന്ന എല്ലാവരും ഉണ്ട്. അച്ഛൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന ഞാൻ ഈ സംഭവം പറഞ്ഞു. ഡു വി നീഡ് എവ്രി വൺ? ഡു വി ഗെറ്റ് ഡിസ്റ്റർബ്ഡ് when a snake bites? We do have a prevention for that too. Are we disturbed with the giraffe who often comes in and doesn't do anything but just gives statements in life? Are we disturbed with people who just say that I am the one who've done everything in this church? Are we disturbed in people who are കഴുത? പള്ളിയിലും മൈക്കാട് പണി ചെയ്യാൻ കുറെ പേര് വേണം ഇല്ലേ? അവരെന്താ നമ്മൾ വിളിക്കുന്നത്? ബേർഡൻ എടുക്കും. നമ്മളിവിടെ എല്ലാം സുഖിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കുറെ പേര് മൈക്കാട് പണി ചെയ്യാൻ. നമ്മൾ അറിയാതെ രാവിലെ പള്ളിയിൽ സുഖമായിട്ട് വരും. But there are people who are working behind the scene also. We need everyone. You cannot avoid anyone from this. If the forest, if the God can exist together in union, why not the church? And that's what Achan said, one in Christ. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. വൺ ഇൻ ക്രൈസ്റ്റ്. എന്നെ കേൾക്കുന്ന അപ്പൊ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ പലരും പലരെയും ഓർത്ത് കാണും ഇല്ലേ? നോ നോ നോ, ഞാൻ ആരാണെന്ന് ഓർക്കണം ഇതിനകത്ത്. ഹു am I? നമുക്കൊത്തിരി ചിരി വരും, പക്ഷെ everyone is needed. Even the person who is the periphery, who has for reasons cannot come to the church, are out, but they are praying for us. They are with us. So that's what life is. Professor Elias sir പറഞ്ഞ നല്ല വാക്കുകൾക്ക്, ബിൻസു പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. മോൻ്റെ പേര് എന്നാടാ? സ്ക്രീൻ നോക്കുന്ന കക്ഷി, മൊബൈൽ നീ താത്ത് വെച്ചടാ. എന്നിട്ട് സ്ക്രീൻ ഒന്ന് ചക്രയുടെ പേരെന്താ? നിന്നെ ഞാൻ തപ്പിയിരുന്നത് ബിൻസുവിന്റെ മോനല്ലേ? അല്ല, വേറെ ജോഷുവ. നീ അല്ലേ ആ ഇസ്രായേൽ മക്കളെല്ലാം കനാൻ നാട്ടിലെല്ലാം നടത്തിയത്? And you are the guy who said, for me and my house we will serve the Lord, come what may. Are you doing so? God bless you. And what's your name, son? Rishi. What's the meaning of that? Guru. ഇല്ല, ആരാ ഇവന്റെ അപ്പനാരാ? എന്തിയേ പപ്പ എന്തിയേ? I need the meaning. RISHI ആണോ?
Rashi. It's a Japanese word, I suppose. But in their feeling, it should be Rishi, hermit, sannyasi. Thank you for being with me for this changing of this. Be attentive and change the screen. Thank you for changing it during the sermon too. നമ്മുടെ അല്പനേരത്തെ ചിന്ത രണ്ട് വേഴ്സസാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് ജെനസിസ് 26:28. ജെനസിസ് 26:28 പറയുന്ന വാചകം, അതിനവർ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യ ബന്ധമുണ്ടായിരിക്കണം. Verse 28. They said, we see plainly the Lord has been with you. So we said, let there be a sworn pact between us, between you and us, and let us make a covenant with you. ലൂക്കോസിന്റെ സുവിശേഷം 1:38 അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. And Mary said, behold, I am the servant of the Lord. Let it be to me according to your word. And the angel departed from her. ഇന്നലെ ഞാൻ നിങ്ങളെ പേടിപ്പിച്ചില്ലേ? എന്താ പേടിപ്പിച്ച്? ക്രിസ്തീയ കാര്യങ്ങളെല്ലാം പോവും. 30 വർഷത്തിനകം Christianity is out of the picture. And as told about Islamization. വേണ്ട, പേടിക്കണ്ട. MBS ആരാ? MBS Saudi Arabia Prince, the main personality, Mohammed bin Salman. Do you know what happened? Modernization സൈഡിൽ ഇരിക്കട്ടെ, അതിനേക്കാട്ടിലും പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്ത എന്ത്? Anyone remembers? Anyone have heard the news? He spent $400 million just to get the famous art, the existing art of Leonardo da Vinci. And what is that? Jesus Christ. State of the art Jesus Christ പടമാണ് അദ്ദേഹം മേടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ, ലെബനൻ പ്രൊഫസർ ഹെക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, Are you got nuts? നിങ്ങൾ വട്ട് പിടിച്ചോ? He said, no. He said, why did you get Jesus Christ picture? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, have you ever been to Louvre Museum in France? What is the main attraction where people visit that museum? Why do they go? Only for one thing, Mona Lisa. If so, I'm going to have a museum in Saudi Arabia. And the main attraction will be none other than Jesus Christ. Praise Lord. പ്രൊഫസർ ഹെക്കൽ പറയുന്നത്, അദ്ദേഹത്തിന് കിറുക്കുണ്ടായിട്ടില്ല. $400 million എടുത്ത് അദ്ദേഹം ഒരു യേശു ക്രിസ്തുവിൻ്റെ പടം മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി. No. He is very clear and criticizing the hardliners, Muslims of Makkah, Medina, saying that there is someone existing in this world who's true, who's Christ the Lord. അവരുടെ മുന്നിലാണ് യേശു ക്രിസ്തു. അവിടെ സൗദി അറേബ്യയിൽ പറയാൻ പാടില്ല ആ ഒരു വാക്ക്. So the question is, yesterday we said, his faith relevant? ഇന്നത്തെ ചോദ്യമാണ്, his church relevant? എത്രാമത്തെ ബിൻസു? പൊന്നു മോളെ, നീ അങ്ങ് വന്നിരിക്കടി, എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ടു? Come and sit please. I don't want you to stand there. വെരിക്കോസ് വെയിൻ ചുമ്മാ ഉണ്ടായി ആകപ്പാട് പ്രയാസപ്പെടുന്നു. Okay. വ്യവസായി 43 years. 43 വർഷത്തിലുള്ള ചോദ്യം നമ്മളോട് എല്ലാവരോടാണ്. His church relevant? His sanctuary, his building, not building, his place relevant എന്ന് ഋഷിയോട് ചോദിച്ചാൽ ഋഷി എന്ത് പറയും? യോശു മോനെ, നിന്റെ 2 പേരെ മാത്രമേ എനിക്കറിയാം. ഒരു ഹന്നായം എനിക്കറിയാം, ബാക്കി എല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞു. What is it, Robin? What have you to say? His church relevant?
The story of a sari. അല്ലി മഥൻ എന്ന് പറയുന്ന ബാംഗ്ലൂർകാർത്തി. സ്റ്റോറി ഓഫ് എ സാരി എന്ന് പറയുന്ന കഥ ടെഡ് ടോക്സിനകത്ത് പറഞ്ഞു. ഈ സ്റ്റോറി വലിയ രസമാണ്. ഷീ സേസ് ദാറ്റ് എവ്രി സാരി ഹാസ് എ സ്റ്റോറി. സത്യമാണോ? സാരി ഉപയോഗിക്കുന്നവർ എല്ലാ സാരിയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. ആൻഡ് ഷീ ഹാസ് എ ലിസ്റ്റ്. ഇഫ് യു ഗൂഗിൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഷീ ഹാസ് എ ലിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഇസ് ഇറ്റ്. ഐ എം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. എല്ലാ സാരിക്കും ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് the day a girl, നാട്ടിലാണ്, a day a girl wore a sari on the graduation day or a skirt on a graduation day. They'll never forget that. പക്ഷേ ഇതിനകത്തെ സ്റ്റോറി about an autistic child whose mother continuously wore blue saris. But on the 17th day of his birthday, she again wore a blue Kanjipuram sari. And when she was asked, why are you wearing this blue Kanjipuram sari, she cried. And she said, I will never forget the day when my child, who's an autistic and a differently abled child, he touched my sari on the first day and he said, blue. He never could speak anything. That's the first day. And she was crying. It's his 17th birthday. This sari has a story. This sari has, and she continues that she started, Ali Matan started to going to different places in parts of India to find out the story of saris. And she came into a village in Bangalore, outskirts of the village. And when she was in that village, she was going along with 3 friends, and when she was passing, 4 people, men came running after her. And they were disturbed. Why is this lady running after her? These people are running. And one of it, the person is saying, Manachira, Manachira, Manachira. And they couldn't understand what is it. And they were disturbed and afraid too. So suddenly Ali stood and she looked at them and she said, what's happened? And he touched this lady's sari. He said, Manachira, Manachira, Manachira. ഇത് എൻ്റെ സാരിയാണ്, ഞാനാണ് വീവ് ചെയ്തത്. He was surprised that a lady wearing his own sari that he wove in his own place. He's an IT tech engineer. He went, his name is Rajiv. He went to Bangalore, was fed up with the whole city's life, came back again, and he continued with that which is extinct and continued with the sari life. Muslin has his patent. And he said one thing, if muslin stops, I stop. If muslin stops, I stop എന്ന് ഇവൻ പറഞ്ഞു. ബാൾട്ടിമോറിനൊരു സ്റ്റോറി ഉണ്ടല്ലേ, ഇല്ലേ? ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ഇല്ലേ ബിൻസു? അങ്ങനല്ലേ പറഞ്ഞ ഇതിനകത്ത് പറഞ്ഞില്ല. ഡോക്ടർ സ്റ്റാൻലി ജോൺസിൻ്റെ സ്റ്റോറിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദയവ് അമ്മമാരിവിടെ ഉള്ളവർ, ജനിക്കാൻ പോകുന്ന കുഞ്ഞാണേൽ, ഒരു പ്രായമുള്ള കുഞ്ഞുങ്ങളാണേൽ, ദയവ് ഈ എക്സ്റ്റെൻറ്റ് ആയിരിക്കുന്ന ആ സാധനത്തെ ഒന്ന് ഉപയോഗിക്കണേ. അവിടെ ഒരു സാധനം കിടപ്പുണ്ടല്ലോ, പൈപ്പ് ഓർഗൻ. 3 തലമുറക്കാരെ നിങ്ങൾ പഠിപ്പിക്കണം. ഹിയർ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. യു ടീച്ച് ദം പൈപ്പ് ഓർഗൻ സോ that can be used. എക്സ്റ്റെൻറ്റ് ആകുന്ന ഒരു സാധനമാണ്. അറ്റ്ലീസ്റ്റ് മാർത്തോമ ചർച്ച് ക്യാൻ ബി പ്രൗഡ് ദറ്റ് ബാൾട്ടിമോർ ചർച്ച് യൂസസ് പൈപ്പ് ഓർഗൻ. അച്ഛൻ പറഞ്ഞ് വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. But teach the younger group so that they can continue the second line of leadership, and that can be. Baltimore has a story. Navjeevan Center ഞാൻ ചെന്ന സമയത്ത് ഓരോ മാസം you need 3 to 5 lakhs to maintain the 160 children and the 70 staff. പൈസയില്ല. എങ്ങനെ എല്ലാ മാസവും നടത്തുന്ന ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. So we ventured into different companies. So we went to JP Morgan Chase. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാനൊരു പുജാരിയാണ്. എന്തുവാ ഈ പ്രോജക്റ്റ് എന്ന് പോലും അറിയാതെ 3 മാസം ആയുള്ളൂ. Dolly, my close friend, she helped me prepare the project. We sent the mission statement and the vision statement to JP Morgan Chase, and I was called in to interview with Kevin Bodler, who is the CEO. 4 പേരുണ്ട്. ഞാൻ വലിയ ഗമയിൽ പോയി കസേരയിലിരുന്നു. അപ്പം JP Morgan Chaseൻ്റെ ഈ
കെവിൻ ബോൾഡർ എന്നെ നോക്കുന്നില്ല. കുറേ നേരം ഈ റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരുന്നു. എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഹു ആർ യു? എൻ്റെ ദൈവമേ, താഴെ നിന്ന് മേളിൽ നല്ല ഇളകി. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനത് വട്ടാണോ? ഞാൻ ഡയറക്ടറായിട്ട് വലിയ കാര്യമായിട്ട് വന്നിരിക്കുന്നത്. ഹു ആർ യു? ഐ സെഡ്, ഐ എം so and so and I'm director. And he looked back again. He said, I read your mission statement and the vision statement of Navjeevan. And he looked straight at me and he asked, do you have a mission statement and a vision statement for Navjeevan? I couldn't say anything. I had to say straight no. കാരണം ഞാൻ തന്നെ പേടിച്ചിരിക്കുക, എങ്ങനെ ഈ നവജീവൻ നടത്താൻ പോണേ. I said no. Binsu read a report. Who should actually prepare a report for us? നമ്മളെ തന്നെ പറയാം, നമ്മൾ ഇത് ചെയ്തു, നമ്മൾ അത് ചെയ്തു. Who should prepare a report for us? Others. My question is, Baltimore Church has a story. 3 വർഷത്തിൽ വരുന്ന അച്ഛനൊരു സ്റ്റോറി ഉണ്ട്. പക്ഷെ do you have a mission statement as a vision statement for this church? After 30 years, this church exists ചെയ്യും എന്ന ഉറപ്പിൽ എന്താ ഞാൻ ലീഡർഷിപ്പ്, സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പിനകത്ത് എന്താ ഞാൻ ചെയ്യേണ്ടത്? I told you about that story. Everyone is important. If everyone is important, what is your story for this church? If you're serious having business with this church, what is your story? That's what more important. Every parish day is a milestone. We stand proudly. 3 things are happening: a time of reminiscing, a time of relinquishing, a time of renewing. റെമിനിസിങ് ഞാൻ പറയുന്നില്ല, അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പയനീഴ്സായിട്ട് കുറേ പേര് ഇവിടെ ഉണ്ട്. റെമിനിസ് ചെയ്യാണ്, പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ് നമ്മൾ. relinquish ചെയ്യുന്നത്, വി ആർ ഹാപ്പി ദാറ്റ് വി ആർ ഹിയർ. വി ആർ പ്രൗഡ് ടു സെലിബ്രേറ്റ് ദ പാരിഷ് ഡേ ടുഡേ. വി ആർ relinquishing ഇറ്റ്. വാട്ട് ഈസ് എ ക്വസ്റ്റൻ ഓഫ് renewing? എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, renewing that which is lost. Renewing that which is lost. And what have we lost? Have we lost? The question is, have we lost the vision? Baltimore Idavaga, Marthoma Church as a whole, I'm looking at me and telling myself, Marthoma Church ഒരു വിഷൻ ഉണ്ടോ? നമുക്കൊരു വിഷൻ ഉണ്ടോ ഈ സഭയെക്കുറിച്ച്? Somebody has rightly said, yesterday I used John MacArthur's statement that church is starving for spirituality and are overdosed with entertainment എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നു, church has lost Christ and has become churchianity. റിച്വൽസിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. പണ്ട് കുർബാനയ്ക്ക് ആളധികം ഇല്ല. ഇന്ന് കുർബാന എന്ന് പറയുമ്പോഴത്തേക്ക് സംഗതി ആൾക്കാരുടെ ബേളമാണ്. പക്ഷെ വെദർ വി ആർ ലിറ്ററലി ഇൻ ഇറ്റ് എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യം. സോ ഹാവ് വി ലോസ്റ്റ് ദ വിഷൻ? അതോ പേരിന് വേണ്ടി വരിക, പേരിന് വേണ്ടി പോവുക, കുറേ കാര്യങ്ങൾ റിപ്പോർട്ടിനകത്ത് കയറി വരണം, ആ റിപ്പോർട്ടിനകത്ത് കയറ്റുക, കുറേ കാര്യങ്ങൾ ചെയ്തു പോവുക, പാട്ട് പാടി പോയി കഴിഞ്ഞു. And by the way, Gayaka Sangam, I really enjoyed your leaning. First time I'm listening for ദൈവകൃപയിൽ ആശ്രയിച്ചു. I really enjoyed it. It was good. Thank you. അപ്പോൾ വരിക പോകുക എന്ന് ഉള്ളതല്ല. So have we lost the vision? Excuse me. കോവിഡ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയില്ല. കോവിഡ് കഴിഞ്ഞപ്പോൾ അച്ഛാ അപ്പം കൈ, അച്ഛാ വീഞ്ഞ്, ബാക്കി എല്ലാത്തിനും കൈ കൊടുക്കും. കല്യാണത്തിനെല്ലാം ഷേക്ക് ഹാൻഡോടോ ഷേക്ക് ഹാൻഡാ. പക്ഷെ ഇതിന് മാത്രം, ബാക്കിയുള്ള സമയത്തെല്ലാം പോയി കെട്ടിപ്പിടിക്കും. ഇതിന് മാത്രം അപ്പം. ഒരാൾ പോലും കുർബാന കൊണ്ട് കോവിഡ് കൊണ്ട് മരിച്ചല്ല. ഒരാൾ പോലും കോവിഡ് കാരണം കുർബാന കൊണ്ടതുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് മരിച്ചില്ല എന്ന് വ്യക്തമാണ്. മാർത്തോമ ചർച്ചിലും അങ്ങനെ മരിച്ചിട്ടില്ല. സോ ഹാവ് യു ലോസ്റ്റ് ദി enthusiasm that we had? പേരിന് വേണ്ടി മാർത്തോമ, പേരിന് വേണ്ടി ചർച്ച് എന്ന് നടത്തുകയാണോ? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുകയാണോ? യൂത്തിൻ്റെ മീറ്റിങ്ങിനകത്ത് എത്ര പേരാ മക്കളെ? ചക്കരെ എത്ര പേരാ യൂത്ത് മീറ്റിങ്ങിനകത്ത് വരുന്നത്? എത്ര പേരാ മൊത്തം യൂത്ത്സ് ഇവിടെ? ഗ്രാജുവേറ്റ്സ് ആയി പോയവർ, അവർ പോയ കാറ്റി പോയി, പിന്നെ അവരെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ. അതുകൊണ്ടാണ് no doubt that they go to English churches because we don't maintain them. We have a Zoom system where we can also call them also part of it, of the meetings that we have, that you are wanted, you are part of the whole thing.
അച്ഛാ ഈ നമ്മുടെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്ര പേര് വരുന്നത്? എത്ര പ്രായമുള്ളവര്? 5 പേര്. പ്രേയർ നടത്തിയാലോ? ബർത്ത്ഡേ പാർട്ടിക്ക് അമ്മാമ്മ വിളിച്ചിരിക്കണം എല്ലാവരും, അപ്പൊ എല്ലാവരും വരും. Right? What has happened? Have we lost the enthusiasm that we had? Next slide, please. Have we lost hope of our life? ഇതാണ് ഇന്നത്തെ ചോദ്യം. എന്താ സംഭവിച്ചത്? ഒരു സംഭവ കഥ പറഞ്ഞ് തുടരുക ഞാൻ. ആരൊക്കെയാണ് ഈ പേട്രിയാക്സ്? ആരുടെയൊക്കെ ദൈവമാണ് ഈ പുള്ളി? ദൈവമേ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും. ഞാൻ എപ്പോഴും ഓർക്കും, എന്തിനാ ഈ 3 പേരെ ഓർത്ത്? ഈ 3 പേര് പ്രശ്നമുണ്ടാക്കിയവരാണ്, പോളിഗാമി നടത്തിയവരാണ്. വല്ലാതെ സ്ത്രീയെ, ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യാത്ത, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്ററാന്ന് പറഞ്ഞ് ഒരുത്തൻ, വലിയ അവറാച്ചൻ. അതേ സാധനം ഐസക്കും ചെയ്തു. എൻ്റെ ഭാര്യയല്ല, സിസ്റ്ററാണ്. സ്വന്തം ഭാര്യയോട് താല്പര്യമില്ലാത്ത മക്കളെയോ Your family? No. What I'm asking is, you have an immediate family? You have children? I don't have children. No. You don't have children. You have your own family. No, I don't have my own. No. Your extended family. Yeah, extended family. Yeah. You continue with your family in your life, right? Our family, you had sisters with you? Yeah. Or brother was there? Yeah, I have 2 sisters. Sisters. Yeah. Were your parents partial or not? വല്ലാത്തൊരു ചോദ്യ. Were your parents partial or not? നിങ്ങളുടെ മക്കളോട് ചോദിച്ചിട്ട്, ജോഷോമനെ നിന്റെ മക്കൾ എത്ര പേര്? എന്നെ മാത്രം പിടിക്കുന്നത് എന്തിനാ? I'm asking you. Brothers, how many brothers you have? You're also part of it, isn't it? You're part of the family. Yeah, 2 people. Are your parents partial or not? ഷാരനെ നീ അടിമേടിക്കും നോ എന്ന് പറഞ്ഞ. ഒന്നേ ഉള്ളായിരുന്നോ? 2 ഉണ്ടായിരുന്നോ? 3. Do the children have the right to say that our parents are partial? Huh? They do. Because if they feel that their parents are partial, you have all the right. പക്ഷേ മോനെ, നീ യാന്ന് പറഞ്ഞില്ലേ, ആ യാ നീ അപ്പനായി കഴിയുമ്പോൾ ഇത് പറയണം. When you become a father, you will never think about it. My daughter-in-law, the younger daughter-in-law, who was married to Bobby, the younger one, she came and whispered in my ear, Benji Kekardacha, you have a soft corner with Bobby, isn't it? I was disturbed. I said, yes. But reason says that I'm not partial. I know what Benji is and his caliber and his power of retaining himself, and I know what Senti is he, what Bobby is as a Senti guy. I need to support him. It is not partial. പക്ഷേ ഈ അവറാച്ചൻ, ഈ ഇത്താക്കുട്ടി, ഈ യാക്കോബ്, ഇതെല്ലാം പാർഷ്യാലിറ്റി കാണിച്ചവരാ ഇല്ലേ? ഏതാ ഒരു മാനിപ്പുലേറ്റിംഗ് മദർ? എന്തിയാ സാറാ മോൾ ഇവിടെ? സാറ ഇവിടെ ഒരാളുണ്ടല്ലോ, സാറ. ആ ഇല്ലേ? 2 സാറ എന്താ കാണിച്ച്? ചെവി കൊണ്ട് കേൾക്കുക, പായസം ഉണ്ടാക്കുക. Why should God say God of Isaac, God of Abraham, God of Jacob? That's what our God is. We should be proud of that God in encompassing these 3 people. ആ പേട്രിയാക്സിലാണ് ഐസക്കിനെ കുറിച്ച് ഞാനിപ്പോൾ പറയണേ. He has a big story, and surprisingly, only 1 chapter is set apart for Isaac. പേട്രിയാർക്കാണ്. അബ്രാച്ചന് വേണ്ടി 12ാമത്തെ അധ്യായം മുതൽ ബാക്കി അധ്യായങ്ങളാണ്. ബാക്കി മൊത്തം അധ്യായം ജോസഫിനും ജേക്കബിനും വേണ്ടിയാണ്. പക്ഷേ ഇത്താക്കുട്ടിക്ക് ഒന്നേ ഉള്ളൂ. Which chapter? The chapter just read. Verse chapter 26. ആ 26 ചാപ്റ്ററിനകത്താണ് the strangers, the nomadic people, the people who did not like him at all, they said,
please do not leave us. Do you have a story? And this is a story of Isaac. 4 things he teaches us. And these are the 4 things that he is teaching us today. 1, wherever he went, he had altar in his life. Wherever he went, he built an altar. വാസ്തവത്തിൽ ഓൾട്ടർ പേടിപ്പിക്കേണ്ട സാധനമല്ലേ? ഇത്താക്കുട്ടി എങ്ങോട്ട് കൊണ്ടുപോയി? Where was Isaac taken by the father, good father Abraham? Only one child. Where did he take? എവിടെ കിടത്തി? On the altar. On the altar. But it is this altar, he says, my father, if he feels more better than me as his God, I would rather worship that God than worshiping other gods. So he built an altar before him. Sketch എല്ലാം ഉണ്ടാക്കി, ആ സ്കെച്ച് ബിൽഡിംഗ് പ്ലാൻ എല്ലാം ഒരു ആർക്കിടെക്റ്റിന് ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ആർക്കിടെക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ വീടുകളിലെല്ലാം, ഈ മനുഷ്യൻ്റെ പറമ്പിൽ മൊത്തം ട്രീസ് ആണ്, ഫുൾ ട്രീസ്. അപ്പോൾ ഈ ആർക്കിടെക്റ്റ് ഇത് കൊണ്ടുവന്നപ്പോൾ ആ ആർക്കിടെക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഇതിനകത്ത് ട്രീസ് ഇല്ല. മൊത്തം ട്രീസ് കട്ട് ചെയ്ത് ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊണ്ടുവന്ന്. ഇപ്പം പറഞ്ഞു എന്ത് ചെയ്യേ, ട്രീസ് എന്ത് ചെയ്യേ? അപ്പോൾ ഉടനെ ഈ ആർക്കിടെക്ട് പറയും, ഓ ദാറ്റ്സ് മെൻറ്റ് ഓൺലി ഫോർ ടെമ്പിൾസ്. ദാറ്റ്സ് ഓൺലി മെൻറ്റ് ഫോർ ടെമ്പിൾസ്. വി കനോട്ട് പുട്ട് ഇൻ ട്രീസ് ഇൻസൈഡ്. അപ്പോൾ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ മാറ്റാൻ പറഞ്ഞു നിന്നോട്. ലെറ്റ് ട്രീസ് ബി ഇൻസൈഡ് മൈ ബിൽഡിംഗ്. Let trees grow inside my building. Plan it that way. And then he said, let my home be a temple. The question is, are you taking this parish to your home? Is your home an altar? An altar where you are transparent, an altar where if you feel accountable, an altar you feel forgiven, an altar you feel you forgive people. And this man says, he should have very much been disturbed. Why should I worship this God who's not been with me when my mother died? 40th year when his mother died. Never should a son should stay in the mother's tent. But he stayed in the mother's tent for 3 years to grieve of mother's pain. ആ ദൈവത്തെയാണ് പുള്ളി ആരാധിക്കാൻ പോണ്ടേ? കുഞ്ഞില്ല എന്ന് ഉള്ള പ്രയാസം 20 years after marriage ആണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. Why should I worship this God? Why should I have an altar in my life? എന്ന് അദ്ദേഹം പറയുന്നു. But there were no reasons of neglect to have an altar. സൂര്യ കൃഷ്ണമൂർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയായി പോകാൻ പോണേ? ഡാനിയലിനെ കാണാൻ? ലാൻഡ് കാസൽ. അതുപോലുള്ള സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിസ്തു എന്ന ഒരു നാടകം, ഡാൻസ്, ഡ്രാമ, ലൈറ്റ് ഷോസ് നടത്തുന്നത്. ആൻഡ് ഈ കണ്ടിന്യൂസ് ഷോയിങ് ഇറ്റ് എവറിവേ. അദ്ദേഹം മുറിവുകൾ എന്ന് പറയുന്ന ഒരു പടം, ഒരു പുസ്തകം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് ഹി depicts a story. And that story is that he went to a place and he was not feeling sleepy, so he came outside and was going to a temple where a festival was happening. ആ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഫെസ്റ്റിവലിനകത്ത് he was surprised to see that a man in front is a നിലവിളക്ക്, a lighted lamp, and the man is doing കൂത്താട്ടം, a special art that he is doing. And the surprising part is there is no audience in the seat. And you know that ടെമ്പിളിനകത്ത് ഫെസ്റ്റിവൽസ് എല്ലാം മിഡ്നൈറ്റാണ് നടക്കുന്നത്. ആൾക്കാർ ആരും തന്നെ ഈ ഫ്രണ്ട് ബെഞ്ചസിൽ ഇല്ല. സോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സൂര്യകൃഷ്ണമൂർത്തി ഈ ആളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ നിനക്ക് വട്ടാണോ? ഇവിടെ ആൾക്കാർ ആരും ഇല്ല, നീ എന്ത് ഈ കൂത്താട്ടം നടത്താ? നിനക്ക് തലയ്ക്ക് വട്ടാ? എന്നോ, ഞാൻ നടത്തുന്നത് ഈ നിലവിളക്കിന് വേണ്ടിയാണ്. ഈ നിലവിളക്കാണ് എൻ്റെ ദൈവം. ആ നിലവിളക്കാണ്. ഐ എം ലീസ്റ്റ് ബോർഡർ ഓഫ് ദി ഓഡിയൻസ് ഹു ആർ ടേക്കിംഗ് കെയർ ഓഫ് മീ. ഐ എം ലീസ്റ്റ് ബോർഡർ ഓഫ് എനി അപ്ലോസ്. ഈ നിലവിളക്ക് സന്തോഷിക്കുന്നുണ്ടോ? അത് മതി. So the question is, when we renew ourselves, when you're looking at, have we lost the vision, our enthusiasm, our hope
for this church. We have a hope for our school children. Why? We'll attend the PTA. We are least bothered of asking the Sunday school teacher, is my child okay? പരീക്ഷ വരുമ്പോൾ ടാലൻറ്റിനായിട്ട് വരുന്ന ടാലൻറ്റ് മീറ്റിംഗ് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ അടുത്ത് ടീച്ചറിനോട് സംസാരിക്കുക. അല്ലാതെ ഈ കുട്ടി എന്താ പഠിച്ചത്, ഞാൻ എന്താ അവനെ പഠിപ്പിക്കേണ്ടത്, ഏത് മദറേലും ചോദിക്കുന്നുണ്ടോ? PTA ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെയുണ്ട്, സ്കോർ കാർഡ് എങ്ങനെയുണ്ട്, ഗോൾഡ് കിട്ടുന്നുണ്ട്, സിൽവർ, ഇതെല്ലാം നമ്മൾ ചോദിക്കും. സോ ഹിയർസ് ദി ഓൾട്ടർ റെഡി. 2, he pitched his tent. പണിതില്ല ഓൾട്ടർ, he pitched his tent. ഗൾഫിൽ ഉള്ളവരാരൊക്കെയാണ് ഇവിടെ? ഗൾഫിൽ നിന്ന് വന്നവർ. ഈ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി, ദുബായി പോയി. അപ്പം ഈ എന്തോ അങ്ങോട്ട് പോകത്തില്ല, കാട്ടിലോട്ട്, ഡെസേർട്ടിലോട്ട് പോയി. എനിക്കങ്ങ് രസം തോന്നി കേട്ടോ. നോട്ട് ദ ഡാൻസ് അറ്റ് ഓൾ, പക്ഷേ I saw the tents that were there. And surprisingly, Anish, who took me, he said, Achan, there are still sheikhs, there are still the rich people who spent some time in this desert. Not to enjoy, but to remember that they were once nomadic people. You come from eternity, you're going back to eternity, and this is just a transit place. Ille? മിനിയാന്നാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ കുമരകത്ത് വെച്ച് വെള്ളത്തിൽ പോയി. എൻ്റെ യൂത്തായിരുന്നു, കല്യാൺപള്ളിയിൽ. കുമരകത്ത് വഴി പോയി, ഭാര്യ ഒരു കൂട്ടുകാരത്തിയുണ്ട്, വണ്ടി അങ്ങ് പോയി. മോനിയച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ കാഞ്ഞു പോകുന്ന മോനിയച്ഛന് പറയാൻ ഒക്കെയില്ല. വി ആർ ലിവിങ് ജസ്റ്റ് ടെമ്പററിലി. ടെൻറ്റാണ്, ഏത് സമയത്തും നിമിഷം കൊണ്ട് പോകാം. IMF-ന്റെ അങ്കിൾ ഇവിടെ, ഗ്രേറ്റർ വാഷിങ്ടൻ്റെ അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. IMF-ലെ സജി ഈ ക്യാമ്പിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവർ ജസ്റ്റ് ചെക്കിംഗ് വിത്ത് ഹിം, ഹീസ് ഡെപ്യൂട്ടഡ് ഫോർ ഡൽഹി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യം? പുള്ളി പറഞ്ഞു, എൻ്റെ അച്ഛ സൂക്ഷിച്ച് വേണം ഫിക്സഡ് ഡെപ്പോസിറ്റ് നാട്ടിയിടാൻ. One fine morning the government is going to say, we don't have money to give you. And that is what the plight of India is. One fine morning they are going to tell you that you are asking us fixed deposit, but we cannot give you the money because we don't have money. അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മണ്ണിൻ്റെ മക്കൾ, ഞാനും ശരണച്ചനും നിങ്ങളെല്ലാവരും മണ്ണിൽ കളിച്ചിട്ടുണ്ടോ? ഇല്ലേ? നാട്ടിൽ മൊത്തം മണ്ണ്. ഇപ്പം എന്താ, മണ്ണിനകത്ത് മൊത്തം ജേംസാ, പോച്ചയ്ക്കകത്ത് മൊത്തം എന്താ ടിക്ക്. ഞങ്ങളുടെ നാട്ടിൽ ന്യൂയോർക്കിലെല്ലാം ടിക്ക. പോരുത്, അയ്യോ എനിക്ക് സങ്കടം തോന്നുന്നു. ആ പോച്ച കാണുമ്പോൾ ഒന്ന് കളിക്കാൻ തോന്നും. പോച്ച പോരുത്, തൊട്ടു പോരുത്. ഇങ്ങനെ പൊതിഞ്ഞ് പൊസസീവായിട്ട് പ്രൊട്ടക്റ്റീവായിട്ട്, ഈ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് കുഞ്ഞുങ്ങൾ വെക്കുമ്പോൾ വാട്ട് ദേ ഹാവ് ലോസ്റ്റ് ഇസ് ദി DQ. IQ ഉണ്ട്, EQ ഉണ്ട്, ഡബിൾ EQ ഉണ്ട്, SQ ഡബിൾ ഉണ്ട്, സ്പിരിച്വൽ കോഷൻ, സോഷ്യൽ കോഷൻ, ഇമോഷണൽ കോഷൻ, എന്തോ ഇല്ലാത്തതെന്നാണോ? എന്തോ ഇല്ലാത്തതെന്നാ? ഫെയിലിയർ കോഷൻറ്റ്. ഫെയിലിയർ വരുമ്പോൾ സഹിക്കാൻ വയ്യ, ഫെയിലിയർ വരുമ്പോൾ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം അച്ഛൻ പറയായിരുന്നു ഒരു ആത്മഹത്യ നടത്തിയ ഒരു അനുഭവം ഇല്ലേ? യു ആർ ജസ്റ്റ് a tent. ആ ടെൻറ്റിന് ജീവിതം. ഇത് ഓർക്കുന്നവൻ റിന്യൂ ചെയ്യും ലൈഫിനെ. ഇത് ഓർക്കുന്നവൻ റിന്യൂ ചെയ്യുന്ന ജീവിതം, അനുഭവം തീർത്തും ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലെൻറ്റ് എന്ന് പറയുന്നത് ലെൻഡിങ് കൂടെയാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ലെൻഡ് എന്ന വാക്ക്. ലെൻറ്റ് നവംബർ, ലെൻഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ്. യോർ ബോഡി ഹിസ് ജസ്റ്റ് ഫോർ എ വൈൽ. ഓരോ പ്രാവശ്യം ബെഞ്ചിയും ബോബിയും, ദേ ബോത്ത് ആർ ക്രേസി വിത്ത്, സ്പെഷ്യലി ബോബി ഈസ് ക്രേസി വിത്ത് കാർ. പേടിയാ. ഒരു ദിവസം അവൻ 110 വരെ ഓടിച്ചു. ഞാൻ പേടിച്ച് ഇങ്ങനെയിരിക്കുക. എന്നിട്ട് അവൻ ഒരു അടി സ്റ്റിയറിംഗ് വീലിനോട്ട്. യെസ്, ഐ ഡിഡ് ഇറ്റ്. 110 അടിച്ചു പോവാ. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, ഈ സാധനം ബ്രേക്ക് എന്തിനു വേണ്ടിയാ? വണ്ടിക്കകത്ത് ബ്രേക്ക് എന്തിനു വേണ്ടിയാ? കേട്ടില്ല? To accelerate. To accelerate brake ഉണ്ട്. എന്തിനാ? That you can go as far as you can, but there is a brake that you can stop. അതിനാണ് ബ്രേക്ക്, അല്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല.
You can go as far as you can, but remember there is something to control you. മോനെ ഞാൻ പറഞ്ഞു ഇവിടെ ബ്രേക്ക് ഉണ്ടടാ, മെഷീൻ പോവും, സംഗതി ഞാനും കൂടെ ഉണ്ട്, ഞാൻ കാഞ്ഞു പോവും. Your transit വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. If people who remember the altar, if people remember the tent, you will really renew your hope in God. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, which part of your body do you like? എൻ്റെ ദൈവമേ, ഞാനൊരു വല്ലാത്ത ചോദ്യം. അകത്ത് കണ്ടിട്ടുണ്ട് സാധനം. ഹാർട്ടിൽ എന്തെല്ലാം ഉണ്ട്? ഡോക്ടറിനോട് ചോദിക്കണം. എത്ര മൈലാ ബ്ലഡ് ഓടുന്നത്? 60,000 മൈൽസ്. എത്ര സാധനമാണ് ഇത്? എത്ര വെയിറ്റാ? 6 ഔൺസ്, അതിൽ കൂടുതലില്ല. പക്ഷെ ഈ സാധനം എന്തെല്ലാം ചെയ്യുന്നറിയാം? 20,000 gallons ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കുന്ന ഈ ഇതെന്തുവാ? കാലല്ല ഈ സാധനം. ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്ക് റിപ്പലൻ്റ് ആയ സാധനം, ഏറ്റവും കൂടുതൽ പവർഫുള്ളാണ്. എന്തെല്ലാം മസിൽസ് ആണ് ഇവിടെ, എന്തെല്ലാം ജോയിൻസ് ആണ്. ഇത്രയും രസമായിട്ട് നമ്മളെ ഹ്യൂമൻ ബോഡിയെ ദൈവം ആക്കി. ലീവസൈഡ് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഐസ് എല്ലാം ഉണ്ട്. ഇത്രയും ഹ്യൂമൻ ബോഡിയെ യുണീക്കായിട്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് ആ ദൈവം നമ്മുടെ ദൈവമാണെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ relevance of church is no more. Relevance of faith is no more. It is my God and we are living in tent. മാത്രമല്ല, Isaac, he pitched a tent, he built an altar, he dug well. കിണർ കുഴിച്ചു. എന്തിനാ ഈ കിണർ കുഴിക്കുന്നത്? എന്തിനാ കിണർ? അതിൻ്റെ അടിയിൽ എന്തുവാ? അതിനൊരു വാക്ക് പറയാറുണ്ടല്ലോ മലയാളത്തിൽ. അല്ല, ഇത് കണ്ടു എന്ന് പറയത്തില്ല നമ്മൾ. അല്ല, വാക്കുണ്ട്, ഞാൻ മറന്നുപോയി, ഞാൻ പെട്ടെന്ന് പറയുന്നത്. നെല്ലിപ്പലക കണ്ടു. നെല്ലിപ്പലക കണ്ടു. ഡു യു നോ വാട്ട് ഇസ് ഇറ്റ്? ഡു യു നോ ദ റീസൺ ബിഹൈൻഡ് നെല്ലിപ്പലക കണ്ടു എന്ന് പറയുന്നത്? भैया पीडी लाइन का भैया लड़का कुछ नहीं पता आपको. നെല്ലിപ്പലക എന്ന് പറയുന്നത്, ഐ നെവർ ന്യൂ ദാറ്റ്. തൃശ്ശൂരിൽ ഇപ്പോഴും ഉണ്ടത്. അണ്ടർ ദ വെൽ. നെല്ലി മലയാളത്തിൽ എന്താ, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നെല്ലിക്കായ്ക്ക്? ഗൂസ്ബെറി. There are very good experts who built according to the measurement of the circumference of the well. They build with this gooseberry tree wood. They build what do you call a small structure and they put it underneath. Why? Because Nelli is the best thing that ever you can enjoy being what you are. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഇമ്മ്യൂണിറ്റിയും സ്ട്രോങ് ചെയ്യുന്ന. അതുകൊണ്ടാണ് ഇവർ പറയുന്ന നെല്ലിപ്പലക കണ്ടു എന്ന് പറയുന്നത്. വൈ ഡു ഡിഗ് വെൽസ്? ഫോർ അസ്. പക്ഷേ അബ്രഹാം വെല്ല് പണിതു. ആ വെല്ലെല്ലാം എനിമീസ് ഷട്ട് ചെയ്തു. എവിടെല്ലാം അവർ ടെൻറ്റ് ഇട്ടുകൊണ്ട്, ആൻഡ് ദി ഫണി പാർട്ട് ഓഫ് ദ നൊമാഡിക് ഗ്രൂപ്പ് ഇസ് ദേ മൂവ് അറൗണ്ട് എവറി ടൈം. എല്ലാ പ്രാവശ്യം പോകുന്നിടത്തെല്ലാം വെല്ലുണ്ടാക്കും. ബട്ട് ദേ വിൽ നെവർ ഷട്ട് ഇറ്റ്. അതാ ഇവർ പറയുന്നത് പോകരുതെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഈ വെല്ല് അവിടെ തന്നെ നിർത്തും. ഹാവ് യു ഹേർഡ് അബൌട്ട് സുബ്രോട്ടോ ബാഗ്ചി? അവിടെ നമുക്ക് ഇവരാരെ മൈൻഡ് ട്രീ എന്ന് കേട്ടിട്ടുണ്ട്? യെസ്, IT സെക്ടറിലുള്ളവർ മൈൻഡ് ട്രീ കേട്ടിട്ടുണ്ട്. മൈൻഡ് ട്രീയുടെ CEO ആയിരുന്നു. ഗൂഗിൾ ചെയ്താൽ കിസ് ദ വേൾഡ് എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ഗോ കിസ് ദ വേൾഡ്. സുബ്രോട്ടോ ബാഗ്ചി, when he took over Mindtree, he wrote a letter to all the employees around the world, one letter. And he said, I am an expert in management, but I'm not going to speak anything about this management throughout the term that I am in. The only thing that I will teach you is what my parents taught me. There's an umpteen list of the whole thing. My dear Joshua, my dear Rishi, my dear George, my dear friends, never forget your parents. ഇവരല്ലാതെ ഒരുത്തനും നിന്റെ കൂടെ കാണത്തില്ല. The only people who will be with you are these two. The rest
will move out. The meet group in social media, the friends that you feel are buddies of your life, no one. These two. And the Subrata Bakshi says, whatever I've learned it from my father and mother. My father was a village officer in Koraput. And in that Koraput village was his father, who was a village officer. Dad had a jeep. But never have we sat in this jeep while it was stationary or moving. Why? Because my father said that this jeep is only official. You're not supposed to sit in it. Whenever I go for village work, I'll take this jeep. So whatever I'm teaching to you is, whatever belongs to you is yours, whatever belongs to others is others. Do not take other people's stuff. The second thing, there are many things, മൂന്ന് കാര്യങ്ങൾ മാത്രം പറയാം. He said we never knew English. The only thing that we knew English was my father used to get Hindu paper, the very good paper that you can learn English from in India. He used to teach us, open and read, and we used to read and learn. എന്നാൽ അമ്മ ഞങ്ങളുടെ വിരലിൽ അടിക്കുമായിരുന്നു. Whenever we read it and we closed it, she said, fold it in such a manner that the next person who's going to open, he should feel that it is fresh. Nobody has touched this paper. So the next thing that I'm trying to talk to you, to the employees, he said, leave this place, better place if you can. Stevie Wonder ആരാ? എൻ്റെ ദൈവമേ. Blind singer, now he has got sight. I still remember the Olympics last song that he sung way back 1990s in the Gariyama. I still remember, he was crying and he was singing with the organ on. And this is what he sang. Reach out and touch somebody's hand and make this place a better place if you can. Reach out and touch somebody's hand and make this place a better place if you can. Every well had a reason. It is for you. Not for me. It is for you. എന്ന് അദ്ദേഹം പറഞ്ഞു. The last. He laid the table for the foreigners. He laid the table. So എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞേ? കോട്ടുവ വിടുന്നോ? മതിയോ? എന്തൊക്കെയാ പറഞ്ഞേ? Altar, tent, well, table. നമ്മൾ ആർക്കാ ടേബിൾ ഇടുന്നേ? നമുക്ക് ടേബിൾ ഇടുന്നവർക്ക് അല്ലേ? നമുക്ക് ടേബിൾ ഇടുന്നവർക്ക് നമ്മൾ ടേബിൾ ഇടും. But this guy, those who were enemies, അവർക്ക് വേണ്ടി ടേബിൾ ഇട്ടു. Right? ആ ടേബിളാണ് പ്രധാനം. ആ ടേബിളാണ് പ്രധാനം. ആ ടേബിൾ കൊണ്ട് അദ്ദേഹം എൻജോയ് ചെയ്തു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, പ്ലീസ് ഡോണ്ട് ലീവ് അസ്. അബ്രഹാമിനെ ഓടിച്ചു വിട്ട ആൾക്കാരാണ് ഐസക്കിനോട് പറയുന്നു, പ്ലീസ് ഡു നോട്ട് ലീവ് അസ്. ദ ക്വസ്റ്റ്യൻ ഇസ്, എന്ത് ചെയ്യും ബിൻസു, എന്ത് ചെയ്യും? നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ കണ്ടു. പക്ഷേ ചാരിറ്റിയാണോ ഡ്യൂട്ടിയാണോ? നമുക്ക് ഇത്, ഐ എം ഹാപ്പി ദാറ്റ് യു ആർ സെയിങ് ദാറ്റ് ഇറ്റ്സ് ഡ്യൂട്ടി. ചാരിറ്റിയാണ്. എന്നെ നവജീവനാ പഠിപ്പിച്ച ഇത് ചാരിറ്റി അല്ല എന്ന്. ഡു യു നോ വാട്ട്? നവജീവൻ അറിയാവുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? Navjeevan Center is a place where we cater to the commercially, sexually exploited women. വേശ്യമാർ എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പറയാൻ അധികാരമില്ല. അവരുടെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. Right from 90s, it is the 25th year that has been celebrated. The Marthoma Church has ventured into a unique thing which no church has ever entered. ആ യുണീക്നെസ്സിനകത്ത് ഈ നവജീവൻ സെൻറ്ററിൽ ഡീറ്റെയിൽസ് പറയാനല്ല, ആദ്യത്തെ 11 കുട്ടികൾ ഒരു മുറിക്കകത്ത് കഴിഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ പേരൻസ് എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു. ആ വാക്ക് ഹിന്ദി അറിയാവുന്നവർക്ക് രണ്ടി എന്ന വാക്ക് ഉപയോഗിച്ചു. ബാസ്റ്റേഡ്, യുവർ ബാസ്റ്റേഡ്സ് ചിൽഡ്രൻ, യുവർ ബാസ്റ്റേഡ് എന്ന് പറഞ്ഞ് ഇവർ എല്ലാവരും ഒരു ദിവസത്തെ മൊത്തം ഭക്ഷണം ഇല്ലാതാക്കി. എന്നെ വിളിപ്പിച്ചു. അവിടുത്തെ അച്ഛനുണ്ട്, പക്ഷെ ഞാൻ ആണ് ചാർജ്, അതുകൊണ്ട് ഞാൻ ചെന്നു. രാത്രി 10 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 4 മണി വരെ നീണ്ടു നിന്നു. They are not ready to get across these parents. They said, we don't want these parents.
ഫോസ്റ്റർ പേരൻസാണ്, നമ്മുടെ മലയാളികളാണ്. അവരായി ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അറിയാം, അവരെ അവിടുന്ന് നമ്മൾ കേറ്റർ ചെയ്ത് ഒരു വേറെ വില്ലേജാണ്. ആ വില്ലേജിനകത്ത് SOS മോഡൽ മാതിരി 8 വീടുകളാണ്. ആ 8 വീടുകളിനകത്ത് 20 പേര് വീതമാണ്. അതല്ല വിഷയം. ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് എൻ്റെ അലി എന്ന് പറഞ്ഞു, ആദ്യത്തെ കുട്ടിയാണ്. അവൻ്റെ നേരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് ഞങ്ങൾ മൂലമാണ്. ഞങ്ങളാരും ദൈവത്തോട് പറഞ്ഞില്ല ആ അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്ന്. ഞങ്ങളാരും പറഞ്ഞില്ല. ഞങ്ങളൊരു വേശ്യയുടെ വയറ്റിൽ ജനിച്ചവരോട് ഞങ്ങൾ എന്ത് പിഴച്ചു? എന്നിട്ട് പറഞ്ഞു, ചാരിറ്റി എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നമ്മൾ ഈ പിറ്റ്സ് ആൻഡ് പീസസ് ചെയ്ത് നമുക്ക് വലിയ സന്തോഷമാണ്. നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റി 4 പേജുണ്ട്. ബട്ട് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ആർ കോൺട്രിബ്യൂട്ടിങ് to this society, which has given you enough and more by virtue of work, place. Enough and more. What is it that you as a family, what is it that you as an individual, if you are getting a salary, what is it that you are going to give? P. Kalyana Sundaram enalne kettittundo? A man who lived in a small village in Tamil Nadu, walked 20 kilometers one side to go to school, became a librarian in an arts and science college, and he served in that place for umpteen years. He got 16 lakhs from his salary and 10 lakhs from this pension. He gave everything to the poor. He was honored by the American Association, giving him 30 crores. That too he gave to the poor. He is not married. He was the best librarian in India and was counted among the 10 in the world, the best librarian. So how did he live? What was his livelihood? After library time, 1.5 hours he used to spend, and whatever money he used to get, he used to serve. ഇവർക്കെല്ലാം വട്ട ഇല്ലേ? So the question is, do you have a story? As individual, as family, as a parish. അത് റിന്യൂ ചെയ്യണമെങ്കിൽ, 43ാമത്തെ വർഷം ഈ റിന്യൂവൽ നടത്തണമെങ്കിൽ, can you say that your altar is pure? Can you say that your tent is clear? Can you say that you are for people? Can you say that you lay table for those who are in need? I stop short with 2 more statements and I end. The pertinent question is, why should the church be here? Why should a family be here? ഇന്ന് കുഞ്ഞുങ്ങൾ, പണ്ട് ഞങ്ങളുടെ സമയത്ത് ആരും ചോദിക്കാറില്ല ഫാമിലി എന്തിനാ മോനെ കല്യാണം കഴിച്ചോ, ഒരു പ്രശ്നമില്ല. എന്തിനാ ചർച്ച്? പൊക്കോ, നീ രാവിലെ പൊക്കോണം, വൈകിട്ട് വരുമ്പോൾ സർമൺ എന്തുവാരെന്ന് ചോദിക്കും. ഇന്ന് ആര് ചോദിക്കാൻ? ചോദിച്ചാൽ പോലും ക്വസ്റ്റ്യൻ ചെയ്യും. If the church is to be relevant, you have to answer to the questions that the children ask you. You have to justify the questions that they ask. Why should we marry? Can't I live alone? What have you taught me in terms of being a family life? എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത തലമുറയിൽ ഈ പള്ളി ഇല്ല. അച്ഛൻ എന്ത് ചെയ്തുള്ള ചോദ്യം അല്ല വിഷയം ഇവിടെ. What have you contributed? What is your story, the negative failure story and the success story that you have told your children? ഇതാകണം. എന്നിട്ട് പിന്നെ പറയരുത് ഞങ്ങളുടെ പിള്ളേർ ഇംഗ്ലീഷ് ചേർച്ചിലാണ് പോണേ, ഇവിടെ വരാറില്ല. Because you have not given them the ethos, the nucleus, the life of what the church is, the tradition, the legacy and the values that the church keep. ഇതാണ് church, the altar, the tent, the well, the table. ഇതില്ലെങ്കിൽ ഇല്ല. പോവരുത് എന്നൊരു ഗ്രാമത്തിലെ ആ കടക്കാരനോട് പറഞ്ഞു. ആരോട്? ഒറ്റ കടയുള്ളൂ ആ ഗ്രാമത്തിൽ, ഒറ്റ കടയുള്ളൂ ആ ഗ്രാമത്തിലെ കടക്കാരൻ പറയാം, നാളെ ഞാൻ വിടുക. കഴിഞ്ഞ ഈ 10-20 വർഷം ആ കട കൊണ്ടാണ് എല്ലാവരും ജീവിച്ചത്. അവരെ വൈകിട്ട് എല്ലാവരും വന്ന് കൂടും, എല്ലാ സാധനവും ആ കടയുള്ളൂ. ഇപ്പം മാള് തൊടുന്ന പോയി മാളെല്ലാം നിർത്തുക. ആമസോൺ, ഈ വാൾമാർട്ട് നിർത്തി, വാൾഗ്രീൻസ് നിർത്താൻ പോവുക, മക്ഡൊണാൾഡ്സ് കുറേ താൻ നിൽക്കും. ബാക്കിയെല്ലാം ഈ കഴിഞ്ഞ വന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാവരും ഈ ഒരു ഡോളർ ബൈ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, $1 വല, എല്ലാ സ്റ്റോറും നിർത്തുക. കാരണം they gone berserk because of Amazon and Best Buy and ആകപ്പാട് വിഷമം. പക്ഷെ അവരും ഭയങ്കര മിടുക്കരാ.
ആമസോണും എല്ലാവരും. അതായത് ഇപ്പൊ പ്ലെയിനിൽ സീറ്റ് വേണമെങ്കിൽ പുറകെ നിർത്തത്തുള്ളൂ, 30ാമത്തെ സീറ്റേ തരത്തുള്ളൂ. മുന്നേ വേണമെങ്കിൽ എന്ത് ചെയ്യണം? എത്രമാത്രം നമ്മൾ ഉപദ്രവിക്കാം അത്രമാത്രം ഈ വേൾഡ് നമ്മൾ ഉപദ്രവിക്കുക. ഫുഡ് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പേ എക്സ്ട്രാ, ഇല്ലേ? ഈവൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഫുഡ് വേണമെങ്കിൽ പെട്ടെന്ന്, എന്തെങ്കിലും ആമസോണിൽ നിന്ന് പെട്ടെന്ന് സാധനം വേണമെങ്കിൽ പേ എക്സ്ട്രാ, അല്ലെങ്കിൽ ഈ മെമ്പർ ആകുക, $14 വെച്ച് നീ കൊടുക്കുക. ഇതാണ് ലൈഫ്. ആ ലൈഫിൽ ഈ വില്ലേജിലെ, ഈ ഗ്രാമത്തിലെ ഈ കടക്കാരൻ പറഞ്ഞു ഐ ആം ഗോയിങ്. ഇവരെല്ലാവരും പറഞ്ഞു പൊക്കോ. പക്ഷെ ഉടനെ അടുത്ത നിമിഷം പറഞ്ഞു നോ, ബിക്കോസ് ഓഫ് യു വി എക്സിസ്റ്റ്. ഉബണ്ടു. എന്താ ഉബണ്ടു? സോഫ്റ്റ്വെയർ അല്ല പോലെ. അത് ഉബണ്ടു ആ കാരണം ഉണ്ടായത് ആഫ്രിക്കയിൽ നിന്നുണ്ടായ സംഭവമാണ്. ആ കഥ പറയുന്നില്ല. ആ ഉബണ്ടുയുടെ സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് ഓഫ് യു വി ആർ. Because of you, we are. The people around this community. Do you know anyone here? Do you know anyone existing here? Do you know people who are up behind your home? എവിടാ? നമ്മളും ഗരാജിലോട്ട് ഒരു ക്ലിക്ക് അടിക്കും, ഗരാജിലോട്ട് വണ്ടി കയറ്റും, ക്ലിക്ക് അടിക്കും, ഗരാജ് നിർത്തി, പിന്നെ അകത്തെ എല്ലാ കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുക. What is it that we contribute? The first question is, as of the relevance of faith, is this parish necessary in this place? It is a question that you need to ask. ഈ parish necessary ആണോ ഈ സ്ഥലത്ത്? Is Baltimore necessary? What reverse, as I said yesterday, what reverse evangelism that you are doing? The second question, if because of you we are, ഇവിടാണ് ലാൻഡ്മാർക്ക്, ബാൾട്ടിമോർ പള്ളിക്കടുത്ത എൻ്റെ വീട് എന്ന് പറയാനുള്ള ധൈര്യം ഒരാൾക്ക് ഈ നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻഡ് ഐ സ്റ്റോപ്പ് ഷോർട്ട്. രണ്ടാമത്തെ ഭാഗം വായിച്ച എന്തായിരുന്നു? മറിയ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആസ് യു വിഷ്. It is not the question that Mary believed in God, but the question is, God had affirmed that Mary can do it. The question Bobby Jose Kattikadnacha ചോദിക്കുന്ന ചോദ്യമാണ്, does the God whom you say that knows you, does he really know you? Does the God whom you feel that knows you, does he really know you? നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത്. മറിയ ഒരു സാധാരണ സ്ത്രീയാണ്, 17-year-old lady, girl, but God knew that if I tell her, she will. നിങ്ങളിൽ വിശ്വാസം ദൈവത്തിനുണ്ടോ? Does he believe that you can make relevant the faith, you can make relevant the church in this place? ഇത് എന്നോടും ചോദിക്കുന്ന ചോദ്യം. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ എല്ലാം പറയുന്ന ഒരു വാചകം എന്നോടും ചോദിക്കും, ഡസ് ഹി ഫീൽ that the Marthoma Church is in existence in this place? Why? Because she said, Ninde vaakku pole enikku bhavikattu. She took a big responsibility in saying, let the Messiah, what the Jewish people wanted and you want, let the Messiah come to you. The second question is, does God believe in humans? Does God believe in Joshua? Does God believe in Rishi? Does God believe in Renosh? Does God believe in Sangeeta? Does God believe in Sarah or Sheena? ഇതാണ് ലൈഫ്. ഇത് നമ്മൾ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണെങ്കിൽ we are fine. And I'll end with this story. Let me recap what I said. Here's the church. Yesterday I said, is faith relevant? Today I said, is a group as a parish relevant? To relinquish, to reminisce, to renew. But often we have lost the vision, the mission, and the life that we have of hope in this world. Why we are losing? Because we have lost the place of altar, we have lost the place of tent, we have lost the place of wealth, we have lost the place of the table in front of us, which our patriarch Isaac taught us. The question is the church here? Do you have a story to say that the church has to be here, the parish has to be here, not for our children alone, but for everyone around? They should say that
Baltimore Church is, because of them, we are. എന്ന് ഉണ്ടാവണം. രണ്ട്, does the God believe us that we can do it? ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഗോഡിനോട് നമുക്കുണ്ടോ? Does he know you as you think that he knows you? പൊളിറ്റീഷ്യനായി മാറിയ ഒരു ജേർണലിസ്റ്റ്, ഈ കഥ പറഞ്ഞു നിർത്തുക. പൊളിറ്റീഷ്യനായ ജേർണലിസ്റ്റ്, he was speaking to a crowd in the political group, and he related a story. A story is about a single mother who had 3 children, but she, for reasons of her poverty, she could not give rent to the owner, and the rent became too much as a debt, and he filed it in a court, and the court eviction notice came in. The court eviction notice came in, and the day that was set apart, the date and time was set apart. ഇപ്പോൾ എല്ലാം ന്യൂസ് പെട്ടെന്ന് കിട്ടണമല്ലോ, അപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റെല്ലാ ചാനലുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എ ജേർണലിസ്റ്റ് ദെൻ. ഈ പുള്ളിയും ജേർണലിസ്റ്റും ഇവിടെ വന്ന് ന്യൂസ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. And this is in a big crowd of journalists and politicians that he's speaking. And he said, ഈ സ്ത്രീ അവിടെ നിൽക്കുകയാണ്. The court people had not come to take her, the people things away. The court people had not come. അപ്പോൾ ഈ മനുഷ്യനോട്, ഈ സ്ത്രീയോട് ചോദിക്കുക, ഈ സ്ത്രീയുടെ അടുത്ത് രണ്ടാമത്തെ കുഞ്ഞ് ഇങ്ങനെ വരിക, എന്തോ ചോദിക്കുക, പോവുക, വരിക, ചോദിക്കുക, പോവുക. അമ്മ ഒന്നും മിണ്ടുന്നില്ല. But he was curious of what is this child trying to come and talk to him. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, I cannot answer to him. I cannot answer. What is he asking? Amma, is everything okay? Amma, is everything okay? നിങ്ങൾ പിള്ളേർ ചോദിച്ചിട്ടുണ്ടോ അപ്പനോടും അമ്മയോടും? യു ആർ ബോൺ വിത്ത് ഗോൾഡൻ സ്പൂൺ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അപ്പാ are you okay? അമ്മ are you disturbed? അവിടെ നമ്മൾ ആരെയും അങ്ങനെ ചോദിക്കുക, കാരണം നമുക്കെല്ലാം ഇവരെല്ലാം നമ്മുടെ വലിയ ആൾക്കാരാണ്. Is everything okay? And she said, I cannot answer. And then this man said a statement. This is where the church relevance comes. When all philosophy, when all theories, when all big stuff fail, that's where the church enters. That's where the church enters. And he stopped his story. He said, we have a responsibility. This church is relevant. തുടങ്ങിയപ്പോൾ ഒരു കഥ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഏത് കഥയാ? അതിൻ്റെ സുഖമാണ്, നമുക്ക് പിന്നെയും വന്ന് പ്രസംഗിക്കാം. ഇന്നലെ ഒരു കഥ ഞാൻ പറഞ്ഞായിരുന്നു. തുടങ്ങിയപ്പോൾ ഒരു കഥ ഞാൻ പറഞ്ഞായിരുന്നു. ഈ KBC അമിതാഭ് ബച്ചൻ്റെ കരോർപത്തി കോൻ ബനേഗ കരോർപത്തിക്ക് അത് ക്ലൂ തരാമെന്ന് പറയുന്ന പോലെ ക്ലൂ തരാം. ഒരു മാന് ഫോറസ്റ്റ്, ഓർക്കുന്നുണ്ടോ? 4 ഡയറക്ഷനിൽ. അപ്പൊ എൻ്റെ ചോദ്യം, മാൻ പ്രസവിച്ചു. പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ഇടിമിന്നലുണ്ടായി. പെട്ടെന്നൊരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അമ്പെയ്ത അവൻ്റെ എയിം തെറ്റി നേരെ ചെന്നത് സിംഹത്തിൻ്റെ അവിടെ. കാട്ടിലെത്തി മഴ പെയ്ത് നിന്നു. മാൻ പ്രസവിച്ചോ? നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു. Everything is in crisis, but there is a God who sees you through. There is a God who controls. But the question is, are you with him? Thank you.